അമ്പേ പരാജയപ്പെട്ടു പോയി. അമ്പേ പരാജയപ്പെട്ടെന്ന് മാത്രമല്ല, ഇനി എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത വിധം നട്ടെല്ലൊടിഞ്ഞ് കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു മൂലയിൽ എല്ലാവരും കാക്രിച്ച് തുപ്പുന്ന ഒരവസ്ഥയിലേക്ക് അൻവറിൻ്റെ രാഷ്ട്രീയവും എത്തിച്ചേർന്നു എന്നാണ് ചേലക്കര തെരഞ്ഞെടുപ്പ്. അൻവറിൻ്റെ സ്ഥാനം രാഷ്ട്രീയ കേരളത്തിൻ്റെ ചവിറ്റുകൊട്ടയിലാണ്. ആഹ്ലാദാരവങ്ങൾക്കൊക്കെ ഒരു ഒടുക്കമായിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എവിടെ പോയി അൻവർ? മാഞ്ഞുപോയോ അതോ മറഞ്ഞുപോയോ? ചേട്ടാ, എവിടെയാണ് അൻവർ? അൻവർ എന്നത് ഒരു കെട്ടുകാഴ്ചയായിരുന്നു എന്നത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വളരെ കൃത്യമായി തെളിഞ്ഞിരിക്കും. ഒരു ബലൂണിലെ കാറ്റ് എങ്ങനെയാണ് നഷ്ടപ്പെട്ട് എന്നത് കാണിക്കുന്ന പോലെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ അൻവറിൻ്റെ പ്രകടനവും അതിൻ്റെ ഭാഗമായി വന്ന അൻവറിൻ്റെ പരാധീനതകളും. അൻവർ ഇടതുപക്ഷ MLA ആയിരുന്നൊരു കാലം താങ്കൾ ഓർക്കുമല്ലോ. ഇടതുപക്ഷ MLA എന്നുള്ള നിലയ്ക്ക് നിൽക്കുന്ന ഘട്ടത്തിലാണ് പത്രമാധ്യമങ്ങളിൽ അൻവറിനെതിരായി വലിയ രീതിയിലുള്ള പ്രചാരവേലകൾ പത്രമാധ്യമങ്ങൾ സംഘടിപ്പിച്ചത്. അതിൻ്റെ എല്ലാ സീമകളെയും ലംഘിച്ച ഘട്ടത്തിലാണ് അൻവർ നവമാധ്യമങ്ങളെയും അതുപോലെ തന്നെ മറുനാടൻ പോലെയുള്ള ചാനലുകളെയും ആശ്രയിച്ച് തിരിച്ച് ഉള്ള പ്രചാരവേലയ്ക്ക് ശ്രമം നടത്തിയത്. കൃത്യമായി പറഞ്ഞാൽ ചേലക്കരയിൽ 4000 വോട്ട് പോലും അദ്ദേഹത്തെ തികച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല. എന്തുപറ്റി അൻവറിന്? അൻവർ നേരത്തെ താങ്കൾ തൃശ്ശൂർ പൂരം പരാമർശിച്ചല്ലോ. അതിൽ പൊട്ടിവിരിഞ്ഞ ഒരു അമിട്ട് പോലെയാണ് അൻവറുണ്ടായത്. ആ അമിട്ടിനെ ആ രീതിയിൽ ഉയർത്തിവിട്ടത് മാധ്യമങ്ങൾ തന്നെയാണ്. ഒരു വർഷം മുൻപ് അൻവറിനെതിരായി എല്ലാ കാളകൂട വിഷങ്ങളും വമിപ്പിച്ചിരുന്ന പത്രമാധ്യമങ്ങൾ അൻവറിൻ്റെ ഇഷ്ടക്കാരനും തോഴനുമായി മാറുന്നത് അൻവർ പാർട്ടിക്കെതിരെ CPM-നെതിരെ തിരിഞ്ഞതുകൊണ്ട് മാത്രമാണ്. എത്രത്തോളം വോട്ട് അദ്ദേഹം 4000 വോട്ട് തികച്ചു കിട്ടിയില്ല എന്ന് തോന്നുന്നു. ഒരുപക്ഷെ CPM ഭീഷണിയൊക്കെ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ പറഞ്ഞു, ഊതി വീർപ്പിച്ച ബലൂണിൻ്റെ കഥ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അത്രേ ഉള്ളൂ. ഒരു എറ്റു കൊണ്ടപ്പോൾ അത് പൊട്ടിപ്പോയി. 4000 വോട്ട് അത് തന്നെ CPIM-ൽ നിന്ന് അടർത്തിയെടുക്കാൻ കഴിയുമോ? എന്നാലും ഞങ്ങളുടെ ഭൂരിപക്ഷം വളരെ വലുതാണ്. പക്ഷേ ആ ഒരു പരിശ്രമത്തിന് വേണ്ടിയാണ് വൻതോതിൽ പണം മുടക്കിയത്. DMK കുറിച്ചൊക്കെ പറയുന്നു. ഞാൻ ശ്രദ്ധിച്ചിരുന്നൊരു കാര്യം, KR ഗൗരിയമ്മയുടെ JSS, അതുപോലെ തന്നെ MB രാഘവന്റെ CMP. KR ഗൗരിയോടൊപ്പവും MB രാഘവന്റെ ഒപ്പവും ആ പേര് ചേർത്ത് വെക്കാൻ പറ്റുമോ? തീർച്ചയായും പറ്റില്ല. കാരണം യാതൊരു സമാനതകളുമില്ല, സാമ്യവുമില്ല, അടുപ്പുമില്ല. അൻവറിനെ സംബന്ധിച്ചോളം തൻ്റെ സ്വന്തം താല്പര്യം, വ്യക്തിപരമായ രീതിയിൽ കള്ളക്കടത്ത് ബന്ധം, അതിലൂടെയുള്ള പണസമ്പാദനം, അതുമായി ബന്ധപ്പെട്ട് എല്ലാമുള്ള പ്രവൃത്തിയും ഗൗരിയമ്മയെ പോലുള്ള അല്ലെങ്കിൽ MB രാഘവനെ പോലുള്ള ആ രീതിയിലുള്ള നിരവധി ആളുകൾ പരിശ്രമിച്ചിട്ടും ഒന്നും താരതമ്യം നടത്താൻ സാധ്യമേ അല്ല. അത് താരതമ്യത്തിന് ഉതകുന്ന ഒരു പേരല്ല അൻവറിൻ്റെ പേര്. CPIM-നെ ആകെ തന്നെ ശരിപ്പെടുത്തിക്കളയും, തിരുത്തിക്കളയും എന്നെല്ലാമുള്ള അയാളുടെ ഒരു വിഡ്ഢി വേഷം എന്നതിനപ്പുറം ഒരു ഹിമാലയൻ വങ്കത്വമായി ഈ തെരഞ്ഞെടുപ്പ് കാണിച്ചു തന്നു. നമുക്ക് പണക്കൊഴുപ്പിൻ്റെ കാര്യത്തിൽ, തെരഞ്ഞെടുപ്പ് പണക്കൊഴുപ്പിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് തന്നെയായിരുന്നു ചേലക്കരയിൽ 1ാം സ്ഥാനം. പക്ഷേ 2ാം സ്ഥാനം BJP-ക്കോ CPM-നോ കൊടുക്കാതെ ഒരുപക്ഷെ അൻവറിൻ്റെ പാർട്ടി. താങ്കൾ ശ്രദ്ധിച്ചിരുന്നോ അൻവറിന്റെ പണക്കൊഴുപ്പ്? 22-ലധികം വാഹനങ്ങൾ എന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മ. 22-അധികം വാഹനങ്ങൾ ആദ്യഘട്ടങ്ങളിൽ തലങ്ങും വിലങ്ങും ഓടി പിണറായിയെയും കേരള ഗവൺമെൻറ്റിനെയും CPIM-നെയും തെറി പറയാൻ വേണ്ടി മാത്രം റെക്കോർഡ് ചെയ്ത കാസറ്റുകളും ഡ്രൈവർമാരുമാണ് ആ വാഹനങ്ങളിലുണ്ടായിരുന്നത്. ചേലക്കരക്കാരും കണ്ടില്ല. ചേലക്കരക്കാരെ കാണാതിരുന്നത് 10ഓ 20ഓ വാഹനങ്ങൾ ഉപയോഗിച്ച് ഓരോ കോർണർ യോഗങ്ങളുടെ കേന്ദ്രങ്ങളിലും ആളുകളെ കൊണ്ടുവന്നിരുത്തുകയാണ്. നിങ്ങൾ മാധ്യമക്കാർക്ക് വേണമെങ്കിൽ 250 ആളുണ്ട്, 300 ആളുണ്ട് എന്നെല്ലാം നിങ്ങളും പ്രചരിപ്പിച്ച് കാണും. പക്ഷേ യഥാർത്ഥത്തിൽ ചേലക്കരയുടെ ഒരു ചെറിയ പങ്കാളിത്തം പോലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനങ്ങളിലും ഉണ്ടായിരുന്നില്ല. ഇലക്ഷൻ കലാപരിപാടി തന്നെയോ? തീർച്ചയായും വീടിൻ്റെ ഫോറം. ഞങ്ങളങ്ങനെ വീട് പണിയും. ഞങ്ങൾ വലിയ വലിയ കമ്പനികളുടെ CSR ഫണ്ട് അടക്കം ഉപയോഗപ്പെടുത്തി ഞങ്ങൾ നാട്ടിൽ വീട് കൊടുക്കും. നിങ്ങൾ മലപ്പുറത്ത് വന്ന് നോക്കൂ, എന്താണ് ഞങ്ങൾ പണിത വീട്. ശുദ്ധമായി ജനങ്ങളെ കബളിപ്പിക്കുക.
ശുദ്ധമായി ജനങ്ങളുടെ ഇത്തരം വികാരങ്ങളെ മുതലെടുക്കുക, അതിലൂടെ വോട്ട് നേടാൻ കഴിയുക. ഏതാനും SDPI-ക്കാരും അതുപോലെ തന്നെ ജമാഅത്തേക്കാരും ഒക്കെ അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പണക്കൊഴുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നേടിയെടുത്ത പ്രവർത്തകരാണ്. അവരെല്ലാം വോട്ട് ചെയ്തത് UDF-ന് തന്നെയാണ് എന്ന കാര്യവും യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ചേലക്കരക്കാരെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ അൻവറിനെ അവർ തിരിച്ചറിഞ്ഞു. അൻവറിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് അവർ തിരിച്ചറിഞ്ഞ് അവിടേക്ക് തന്നെ എറിഞ്ഞിട്ടു എന്നതല്ലേ സത്യം. അൻവറിൻ്റെ സ്ഥാനം രാഷ്ട്രീയ കേരളത്തിൻ്റെ ചവിറ്റുകൊട്ടയിലാണ്. ചേലക്കരക്കാർ അത് ആദ്യമേ തിരിച്ചറിഞ്ഞു. കാരണം ഒരു അവസരം അവർക്ക് കിട്ടി, അവർക്ക് പ്രതികരിക്കാനുള്ള അവസരം ആദ്യം കിട്ടി. അൻവറിൻ്റെ ഇത്തരം നിലപാടുകൾക്ക് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് DMK രാഷ്ട്രീയ പാർട്ടിയാണോ മറ്റേതെങ്കിലും സംവിധാനമാണോ ഇതൊന്നും ഞാൻ കണക്കിലെടുക്കുന്നില്ല. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന DMK അതിൻ്റെ ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുകയും ജനങ്ങളുടെ മനസ്സ് അറിയാനുള്ള മാറ്റൊരിക്കലും നടന്നു. പക്ഷേ അമ്പേ പരാജയപ്പെട്ടു പോയി. അമ്പേ പരാജയപ്പെട്ടെന്ന് മാത്രമല്ല, ഇനി എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത വിധം നട്ടെല്ലൊടിഞ്ഞ് കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു മൂലയിൽ എല്ലാവരും കാക്കിച്ച് തുപ്പുന്ന ഒരവസ്ഥയിലേക്ക് അൻവറിൻ്റെ രാഷ്ട്രീയവും എത്തിച്ചേർന്നു എന്നാണ് ചേലക്കര തെരഞ്ഞെടുപ്പ്. താങ്ക് യു.